ഫോൺടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ ആൻഡ്രോയിഡിന്റെ ഫീഡ്ബാക്ക് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി. ഇന്ന് നമ്മൾ അറിയാൻ വേണ്ടി പോകുന്ന ഐഫോണിന്റെ അപ്ഡേഷൻ ബാച്ചിന്റെ ഫീഡ്ബാക്ക് ആണ്. അപ്പോൾ തീർച്ചയായും എൻ്റെ കൂടെ അൻസി ഉണ്ട്, അതുപോലെ തന്നെ മുബീന ഉണ്ട്. തീർച്ചയായും നമുക്ക് നേരിട്ട് പോയിട്ട് കുട്ടികളുടെ ഫീഡ്ബാക്ക് എന്താണ്, ക്ലാസിന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചറിയാം. ഓക്കെ, നേരെ ക്ലാസ്സിലേക്ക്. യെസ്, ഒരു 5 മിനിറ്റ് എല്ലാവരും ഒന്ന് തിരിഞ്ഞിരിക്കണം. ഇപ്പോൾ ഞാൻ വന്നത് ജസ്റ്റ് നിങ്ങളെ ഫീഡ്ബാക്ക് ആണ്. സ്ഥിരം ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വന്ന് ചോദിക്കില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഒരു ഡിഫറൻസിന് വന്നിട്ട് എൻ്റെ കൂടെ അൻസിയ മാം ഉണ്ട്. അൻസിയ മാം പറഞ്ഞാൽ അത് എനിക്കൊന്ന് അറിയണം, അതെങ്ങനെയാണ് സാർ ഈ ഫീഡ്ബാക്ക് ചോദിക്കുന്നത്, എങ്ങനെയാണ്, എന്താണ് സാർ ഇവരായിട്ട് ടൈപ്പ് ആണോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്കത് അൻസിയക്ക് അത് കാണിച്ചു കൊടുക്കണം. എന്താണ് നിങ്ങൾക്കുള്ള റിയൽ ഫീഡ്ബാക്ക് എന്നാണ്, അത് അൻസിയനോട് ഷെയർ ചെയ്യുക. അതിൻ്റെ ഇടയിൽ എനിക്കും അറിയേണ്ടത് ഞാൻ ചോദിക്കുകയും ചെയ്യും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫീൽഡിൽ എത്ര വർഷമായി? 1.5 വർഷമായി. 1.5 വർഷം. എന്തൊക്കെയാ ഫോൺടെക്കിൽ വരുന്നതിന് മുന്നേ എന്തൊക്കെയാ അറിഞ്ഞത്, ഇപ്പൊ എന്തൊക്കെ കിട്ടി? വരുന്നതിന് മുമ്പ് നോർമൽ വർക്ക് മാത്രം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ വന്ന പൈസ വർക്ക് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. ഇനി പോയിട്ട് നമ്മൾ ചെയ്യണമല്ലോ. ഫോൺടെക്കിനെ പറ്റി എങ്ങനെയാ അറിഞ്ഞത്, എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്? പിന്നെ നമ്മളെ സാറ് പറഞ്ഞു പഠിപ്പിച്ച, ആദ്യം പഠിപ്പിച്ച. ഓക്കെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. പഠിപ്പിച്ച സാറ് പറഞ്ഞു വിട്ടിട്ടാണ് ഫോൺടെക്കിൽ എത്തിയത്. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഓക്കെ, ഹാപ്പി ആണോ ഫോൺടെക്കിന്റെ അപ്ഡേഷൻ കോഴ്സിൽ? ഹാപ്പി ആണോ? ഇനി റെക്കമെൻഡ് ചെയ്യോ? ചങ്ങായി ഉണ്ട്, വിളിച്ചില്ലേ? വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അല്ല അജ്മലിനെ സംബന്ധിച്ച് ഇപ്പോൾ ആൻഡ്രോയിഡ് കഴിഞ്ഞു, ഐഫോണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ വെക്കുന്നത്. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിപ്പോ വർക്കിംഗ് ബോർഡ് ഏതാണ്? 15 Pro. 15 Pro. ഓ, 15 Proയിലാണ് കളി. ഓക്കെ, ഫുള്ള് റിമൂവ് ചെയ്തിട്ട് റീഫിക്സ് ചെയ്യണം. ഓക്കെ. അല്ല എന്താണ് ഐഫോണിന്റെ കുറെ കാര്യങ്ങൾ കൈ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഞാൻ ഒരു കാര്യം കൂടി ഡീറ്റെയിൽ ആയിരിക്കുക. നമ്മളെ ഫാക്കൽറ്റികൾ ഇപ്പോൾ ഷാസ് ആയാലും ഷോയിബ് ആണല്ലോ കണ്ടിന്യൂസ് ക്ലാസ് എടുത്തത്. എന്താണ് ഒരു ഫീഡ്ബാക്ക് അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ? അവരെ കുറിച്ച് നല്ല തന്നെ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് മടിയുണ്ടോ വീണ്ടും ചോദിക്കുമ്പോൾ? ഇല്ല, ശരിക്കും ഹാപ്പിയാണ്. ഹാപ്പിയാ. അങ്ങനെ എന്താ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നോണ്ട് നല്ലത് പറയണമെന്നുള്ള ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ലല്ലോ. അല്ലല്ല. എന്താ ചോദിക്കണ്ട? ഇതിന് നമ്മള് പൈസ തന്നിനോ? പൈസ തന്നിട്ട് അജ്മലിനോട് പറയിപ്പിക്കുന്നതാണോ? അല്ലല്ല, എന്റെ ഇഷ്ടത്തിന്. ഓക്കെ, താങ്ക് യു. നൗഫൽ. എവിടുന്ന സ്ഥലം? എവിടെയാ? തളിപ്പുറം, പന്നേര്. കണ്ണൂരുകാരൻ, നമ്മളെ കണ്ണൂര് മുത്ത്. ഈ ഫീൽഡിൽ എത്ര വർഷമായി? ഞാൻ ഈ ഫീൽഡായിട്ട് ഇറങ്ങിയിട്ടില്ല. 1 മാസത്തെ കോഴ്സ് ചെയ്തിട്ട് വന്നതാണ്. ഷോർട്ട് ടേം കോഴ്സ് പഠിച്ചിറങ്ങിയിട്ട് പിന്നെ ഒന്നും കൂടെ അപ്ഡേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. മുന്നേ സർവീസ് സെന്ററിൽ വർക്ക് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഞാൻ കുറെ എക്സ്പീരിയൻസ് പറയാനുണ്ടാവും അല്ലേ? പിന്നെ ഞാൻ ഒരു 1 മന്ത് വേറൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു. 1 മന്ത് ബേസിക് സ്റ്റാർട്ടിങ് എൻ്റെ ഫസ്റ്റ് അതാണ്. അത് കഴിഞ്ഞിപ്പോൾ 2-3 മാസമായിട്ടുള്ളൂ. ഫോൺടെക്കിനെ പറ്റി എങ്ങനെ അറിഞ്ഞത്? അതായത് എൻ്റെ കാരണവരുണ്ട് ഗൾഫിൽ, അവരവിടെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവരാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒന്നുകൂടി അപ്ഡേഷൻ ആയിട്ട് വരണം. 24 ദിവസത്തെ ജേണി എന്തൊക്കെ കിട്ടി? അടിപൊളിയാണ്. അത്യാവശ്യം കുറെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ മെയിനിലുണ്ട്, കുറച്ചൊക്കെ ഇപ്പം അത് ഇങ്ങനെ പിന്നെ ചെയ്ത് വരണം. എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് എന്തുണ്ട്? എത്ര ടൈം പറഞ്ഞു? ഇപ്പം എല്ലാ സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു 8 പേരുണ്ടെങ്കിൽ അവർക്ക് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഫോൺടെക്കിൽ വരുന്നതിന് മുന്നേ. അപ്പം ഇയാളെ സംബന്ധിച്ച് ഷോർട്ട് ടേം കോഴ്സ് ഒക്കെ എടുത്ത് വന്നെയാണ്, വർക്ക് എക്സ്പീരിയൻസും ഇല്ല. അപ്പോൾ ടീച്ചേഴ്സ് എങ്ങനെ എത്ര ക്ലിയർ ചെയ്ത് തരാറുണ്ടോ, എങ്ങനെയാണ്? അതിപ്പോൾ എന്ത് സംശയം ചോദിച്ചാലും അവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടും എല്ലാ രീതിയിലും നമുക്ക് എന്ത് എപ്പോൾ ഏത് സമയത്ത് എന്ത് ചോദിച്ചാലും. ഇപ്പോൾ ഒരു ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ കോൺഫിഡൻ്റ് ആണോ? കുഴപ്പമില്ല. എനിക്ക് അതെ ആവൂലെന്ന് ചോദിച്ചാൽ ആവൂല. ഓക്കെ, അത്ര. ഓക്കെ, യെസ്. പേര്? റിനാസ്. എവിടെയാ സ്ഥലം? ഇവിടുത്തെ കണ്ണൂർ ചക്കരക്കൽ. കണ്ണൂർക്കാരൻ. എന്താണ് ഫോൺടെക്കിനെ പറ്റി എങ്ങനെ അറിഞ്ഞത്, ഇവിടെ എങ്ങനെ എത്തിച്ചേർന്നത്, എന്താ മുന്നേ ചെയ്തുകൊണ്ടിരുന്നത്? മുന്നേ നോർമൽ വർക്ക് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചക്കരക്കാൽ തന്നെ ഒരു ഷോപ്പിൽ. എങ്ങനെയാ ഫോൺടെക്കിൽ എത്തിപ്പെട്ടെ? ഫോൺടെക്ക് ഇപ്പോൾ സെർച്ച് ചെയ്തു, അപ്ഡേഷൻ കോഴ്സിന്റെ ബെറ്റർ ആയിട്ട് തോന്നിയത് ഫോൺടെക്കാണ്. അപ്ഡേഷൻ എടുക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പാണ് സെർച്ച് ചെയ്തിട്ട് ഫോൺടെക്കിലേക്ക് വന്നു. എന്താണ് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി കമ്പയർ ചെയ്ത് നോക്കി. കണ്ണൂർ തന്നെ ഉള്ളതാണ് നോക്കിയത്, അല്ല പുറത്തുള്ളതാണോ? പുറത്തുള്ളത് നോക്കി, കോഴിക്കോട് അങ്ങനെയുള്ളത് നോക്കി. അപ്പോൾ വെച്ച് നോക്കുമ്പോൾ ഓക്കെ, ഗ്രേറ്റ്, സന്തോഷം. പിന്നെ എങ്ങനെയുണ്ട് നമ്മളെ ഫാക്കൽറ്റീസ്? സീരിയസ്ലി ക്ലിയർ ചെയ്തിരുന്നല്ലോ കറക്റ്റ് ആയിട്ട്. വീഡിയോയിൽ എടുക്കുന്നോണ്ട് പറയുന്നതാണോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഉള്ളോണ്ട് പറയുന്നതാണോ? ജെന്യൂൻ ആയിട്ട് ആത്മാർത്ഥമായിട്ട് പറയുന്നത്. ഓക്കെയാണ്. അപ്പോൾ ഒരാളെ റെക്കമെൻഡ് ചെയ്യോ ഫോൺടെക്കിലേക്ക്? തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും സന്തോഷം. അതാ നമ്മളെ രാഹുൽ. ഓക്കെ, രാഹുൽ എവിടെയാ സ്ഥലം? എവിടെയാ? മാർത്താണ്ഡം, കന്യാകുമാരി, തമിഴ്നാട്. കന്യാകുമാരിയിൽ ഒരാളെങ്ങനെ കണ്ണൂരെത്തി? ഇൻസ്റ്റാഗ്രാം നോക്കി തന്നെ. ഇൻസ്റ്റാഗ്രാം.
ഈ ഫീൽഡിൽ കുറെ വർഷമായി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഒന്ന് അപ്ഡേഷൻ ഇവിടെ എന്തായാലും രാഹുലിനെ പറ്റി പറയുകയാണെങ്കിൽ രാഹുൽ പൈസ മുതലാക്കി. രാഹുലിന് വേണ്ട കേൾക്കുന്ന പേരുമാണ് രാഹുൽ. രാഹുൽ അല്ലെ, തുടക്കം മുതൽ രാഹുൽ. പിന്നെ രാഹുലിന്റെ പ്രകടനം നമ്മളെ പ്രോഗ്രാമിലുണ്ടായിരുന്നു, അതും പറയുന്നുണ്ട്. രാഹുൽ എല്ലാ രീതിയിലും മുതലാക്കി. ഓക്കെ അല്ലെ, നോളജ് വൈസ് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കിട്ടി, പിന്നെ എങ്ങനെയുണ്ട് നമ്മളെ അപ്ഡേറ്റ് ആയത് എന്തൊക്കെയാണ്, സ്കില്ല് എന്തെങ്കിലും കൊള്ളാം, നല്ല തന്നെ വിചാരിച്ച കാര്യം കിട്ടിയിട്ടുണ്ട്. വെർത്താണോ ക്ലാസ്, വെർത്താണോ ടീച്ചേഴ്സ് ഓക്കെ ആണോ, കംഫർട്ട് ആണോ, റെക്കമെൻഡ് ചെയ്യും? ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. ടീച്ചേഴ്സിനെ കുറിച്ച് എന്താ പറയാനുള്ള പ്രത്യേകിച്ച് എന്തെങ്കിലും? ബെസ്റ്റ് അല്ലേ? ബെസ്റ്റ് അല്ലേ? സത്യം. ഈ മലയാളത്തിൽ ക്ലാസ് എടുക്കുമ്പോ തമിഴിൽ മനസ്സിലാക്കിയ ഒരു കുഴപ്പമില്ല, പറയാനേ കുറച്ച് പറയാനല്ലേ. ഓക്കെ, നീ തമിഴ് പറഞ്ഞോ. തമിഴിലും ഇവ തമിഴ് വരുന്നില്ല. തമിഴും വരില്ല. പിന്നെ ഇവൻ അത് മാത്രല്ല ഒരു പ്രൊഫഷണൽ കുക്കാണ്. മേ ബി നമ്മൾ ഇവിടെ ചിലപ്പോൾ ഒരു തട്ടുകട സെറ്റപ്പ് തുടങ്ങുവാണെങ്കിൽ ചിലപ്പോൾ രാഹുലിനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. ശരത്തുണ്ടോ? ശരത്താണ് ബെസ്റ്റ്. ഓക്കെ, ശരത്തിന്റെ സാമ്പാർ അല്ലേ? ഇല്ല, സാമ്പാർ സാമ്പാറാ. ഓക്കെ ഓക്കെ, ഹാപ്പിയാണ്. സീരിയസ്ലി താങ്ക് യു. പേരെന്താ? ഉജിലേഷ്. എവിടെയാ സ്ഥലം? ഞാൻ ചെറുപ്പശ്ശേരി, പാലക്കാട്. പാലക്കാടുകാരൻ. അജിലേഷിന്റെ കല്യാണം കഴിഞ്ഞാ? ഇല്ല, പെണ്ണ് നോക്കുന്നുണ്ട് അജിലേഷിന്. കണ്ണൂര് നോക്കുന്ന എവിടെയായാലും കുഴപ്പമില്ല, എല്ലാം ഒന്ന് സെറ്റ് ആയിട്ടല്ലേ? തീർച്ചയായും. കുറെ വർഷമായോ? ഞാന് 1.5-2 വർഷത്തോളായി. സ്വന്തം ഷോപ്പാണ് അല്ലെങ്കിൽ എംപ്ലോയി ആയിട്ട്? എംപ്ലോയി. ഫോൺടെക്കിനെ പറ്റി എങ്ങനെ അറിഞ്ഞത്? ഫോൺടെക്കിന് ഇൻസ്റ്റയില് വീഡിയോ, പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ 1 റുപ്പി ഞാൻ ഡെയിലി കണ്ടിരുന്നതാണ്. ഇവിടെ വരുന്നതിന് മുന്നേ എന്തൊക്കെ അറിയായിരുന്നു, വന്നതിന് ശേഷം ഇപ്പൊ എന്തൊക്കെ കയ്യിൽ കിട്ടി? വന്നപ്പോ ഞാൻ പക്ക നോർമൽ വർക്ക്, ജസ്റ്റ് ഷീൽഡ് ഞാൻ തൊടുകയില്ല, അങ്ങനത്തെ ഒരു ലെവലിലായിരുന്നു. കാരണം പേടിയായിരുന്നു, എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഓക്കെയാണ്, പേടിയൊക്കെ മാറി. അതായത് ഒരു സെറ്റ് കിട്ടി കഴിഞ്ഞാൽ അയക്കാനും ഒക്കെ പേടി കംപ്ലീറ്റ് മാറി. എന്താണ് നമ്മളെ ഫാക്കൽറ്റി ഷുഹൈബ് ആൻഡ് ഷാസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അവരെ പറ്റി നല്ല അഭിപ്രായം തന്നെ. എന്താ അവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഉണ്ടാവും. തീരൂലെന്നാണോ? സാറ് വേറെ ലെവലാണെന്നല്ലേ രണ്ടുപേരും. എന്താ അങ്ങനെ പറയാൻ കാരണം? നമുക്കൊരു എന്താ വെച്ചാൽ നമുക്ക് ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പക്കയായിട്ട് അവർ പറഞ്ഞു തരും. പിന്നെ നമ്മൾ എല്ലാവരും റൂമിൽ ഒരുമിച്ചാവുകൊണ്ട് എല്ലാം റൂമിൽ പോയിട്ടും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാം. 12 മണി വരെ ഞങ്ങൾ ഇരുത്തിയിട്ടുണ്ട്. ഒന്ന് ഷുഹൈബിനെ ഒന്ന് കാണിക്കണം, ഷുഹൈബിനും ഷാസിനും ഒന്ന് കാണിക്കണം. എനിവേ താങ്ക്സ് അലോട്ട്. ഈ ഒരു കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ വലിയ ഗ്രേറ്റ് ആണ്. ഷുഹൈബ് ആയാലും ഷാസ് ആയാലും എടുത്ത എഫേർട്ടിന് നന്ദി. ദേഷ്യം വരാറുണ്ട്? അതായത് 2 വട്ടം ചോദിച്ചു നമ്മൾ എത്ര തവണ ചോദിച്ചാലും അവർ ക്ലിയർ ആക്കി അതിനങ്ങനെ ടൈം കാര്യങ്ങളൊന്നും പറഞ്ഞു. ഐഫോണിന്റെ ക്ലാസ് എങ്ങനെയുണ്ട്? ഐഫോണിന്റെ കുഴപ്പമില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഐഫോണിന്റെ ക്ലാസ് ചെയ്യുന്നത്. ചെയ്യാൻ തുടങ്ങിയപ്പോൾ 15 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 15 Pro ഹാപ്പിയാണ്. റെക്കമെൻഡ് ചെയ്യും തീർച്ചയായും. ഗ്രേറ്റ്. അതെ, കുക്ക് മാസ്റ്റർ ശരത്. നമ്മളിവിടെ ഒരു തട്ടയുടെ സെറ്റപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ ശരത്ത്? ശരത്ത് പറ. എവിടെ സ്ഥലം? ട്രിവാൻഡ്രം. ഫീൽഡിൽ ഒരുപാട് വർഷമായി? ഒരു 10 വർഷമായി. 10 വർഷമായി. കോൺടാക്റ്റിനെ പറ്റി എങ്ങനെ അറിഞ്ഞത്? ഇൻസ്റ്റയില് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, പിന്നെ വേറെ കാണാറുണ്ട്. എനിക്കിപ്പോ കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ രീതിയാണ്. വരുന്ന മുന്നേ സ്ഥാപനത്തിന്റെ പേരൊന്നും പറഞ്ഞില്ല, വേറെ എവിടെയെങ്കിലും അന്വേഷിച്ചിരുന്നു? കുറച്ച് ഇതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ എന്റെ ഫോൺടെക് ബെസ്റ്റ് ആണെന്ന് തോന്നുന്നു. ട്രിവാൻഡ്രം മുതൽ കണ്ണൂർ അറ്റം വരെ നോക്കി. എല്ലായിടത്തും നോക്കി. അങ്ങനെ ഫോൺടെക്കിനെ തീരുമാനിച്ചു. അതൊരു റോങ് ഡിസിഷൻ ആയിട്ട് തോന്നുന്നുണ്ട് ഇപ്പൊ. സിലബസ് വൈസ് എന്താ കിട്ടിയത്? ഇവിടുന്ന് ഞാൻ ഷോപ്പിൽ IC വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ എല്ലാം ഫെയിൽഡ് ആയി. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഓക്കെ ആയി, റെഡി ആയിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. കോൺഫിഡൻസ് 100%. എന്താണ് നമ്മളെ ഫാക്കൽറ്റികളെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഷുഹൈബ് ആൻഡ് ഷഹാസ് സാറുമാര് ഓക്കെയാണ്. നമ്മള് റൂമിൽ ചെന്നിട്ട് അവിടെ ഉണ്ട് ക്ലാസ്. അവിടെ ഉണ്ട് അല്ലേ? ഇതിന്റെ വേറൊരു വേർഷൻ അവിടെ ഉണ്ട്. ഇവിടുന്ന് ഇറങ്ങിയാലും തീരില്ല. അവിടെ ചെന്നിട്ട് അവിടെ ഉണ്ട് ക്ലാസ്. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിച്ച് ക്ലാസ് ഉണ്ട്. അതിനാണല്ലോ നിങ്ങൾ ഡെയിലി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഹാപ്പിയാണ്. ഇവരെ ഹോസ്റ്റൽ ലൈഫ് വേറെ തന്നെ രസമാണ്. ഞാൻ കുറച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ മറ്റുള്ള ബാച്ചിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതെ, തീർച്ചയായും. യെസ്, എന്താണ് പേര്? ഷിഫാൻ. പറ ഷിഫാനെ. എവിടെ സ്ഥലം? ഷിഫാൻ തിരൂര്. മലപ്പുറം. മലപ്പുറംകാരെ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ അറിയാം. എങ്ങനെയാ ഇവിടെ എത്തിപ്പെട്ടെ? ഇൻസ്റ്റയില് റീലൊക്കെ കാണലുണ്ട്. മുബിനമ്മക്ക് എവിടുന്ന നമ്പർ കിട്ടിയെന്ന് അറിയില്ല, ഒരു കോള് വന്നു, പിന്നെ അത് കീപ്പ് ചെയ്ത് പിന്നെ ഫോൺടെക്കിനെ പറ്റി പഠിച്ചു. ശേഷം അഡ്മിഷൻ എടുത്തു. ഓക്കേ. സ്വന്തം അവിടെ ഞാൻ ഒരാളൊക്കെ
ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്തു. ഇപ്പം ഫോൺടെക്കിൽ വന്നിട്ട് എന്തുണ്ട് എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ്. സ്കിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സാർമാരൊക്കെ എന്ന് പറഞ്ഞാൽ പക്കയാണ്. പക്കയാണ്. അഗെയിൻ ഷഹീബ് ആൻഡ് ഷഹാസ് നല്ല മനസ്സ്. കാരണം നല്ല മനസ്സാണ്. അവരുള്ളോണ്ട് പറയുന്നില്ലല്ലോ. അല്ല, വീഡിയോ എടുക്കുന്നോണ്ട് പറയുന്നില്ല. പേടി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇല്ല തീർച്ചയായും. കാരണം നിങ്ങൾ ആരാന്ന് എന്താ നോക്കിയാൽ തന്നെ അറിയാം. അല്ല പറയിപ്പിച്ചു. അല്ല അവരെന്തൊക്കെ തരാന്ന് പറഞ്ഞാ അങ്ങനെ ഇത് കേട്ടിട്ടൊന്ന് കാണണം. ഇത് എനിക്കൊന്ന് കാണണം. ഷാസ നീ എന്തോ കൊടുത്തായിട്ട് ഇവിടെ പറയുന്നുണ്ടേ. ഒരുപാട് കണക്ഷൻസ് ഒക്കെ കിട്ടിയല്ലോ വന്നിട്ട്. ഇഷ്ടം പോലെ എത്ര പോലും അങ്ങനെയല്ല കേട്ടാ. അത് നമുക്കറിയാം. ഒന്നും കൂടി ഒരു കോളേജ് ലൈഫിൽ വന്ന പോലെ ഉണ്ടായിരുന്നു. ആ കോളേജ് ലൈഫ് ഇങ്ങനെ അങ്ങനെ ഒരു ഇതായിട്ട് കിട്ടിയിട്ടില്ല. ഇവിടെ വന്നപ്പോ അങ്ങനെ എല്ലാം ഹോസ്റ്റൽ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഹോസ്റ്റലിൽ നിന്നത്. ഓക്കെ യെസ് ഓക്കെ. താങ്ക് യു. ഫോൺടെക്കിലേക്ക് റെക്കമെൻഡ് ചെയ്യില്ലേ? എന്റെ ബ്രദർ വരാണ്ട് ഇനി വരാണ്ട്. ഓ സ്പെഷ്യലേക്ക് തന്നെയാണോ? ഈ ഫീൽഡിൽ തന്നെയാണോ? ഗ്രേറ്റ്. താങ്ക് യു. അടുത്ത പേര് ഖലീലുർ റഹ്മാൻ. ഖലീൽ റഹ്മാൻ. എവിടെ സ്ഥലം? നിലമ്പൂര്. Again മലപ്പുറം. മലപ്പുറം. പറ ഖലീലെ, എന്താണ് ഇവിടെ പ്രതീക്ഷിച്ചിട്ട് വന്നത്? എന്താണ് കിട്ടിയത്? ഞാൻ നോർമൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഫോൾട്ട് ഫൈൻഡിങ് കാര്യങ്ങളൊക്കെ പഠിക്കാന്ന് വന്നത്. ശരിക്കും മേലെ കിട്ടി. പ്രതീക്ഷയിലും മേലെ കിട്ടി. ഒരുപാട് സന്തോഷം. ഓക്കെ. എന്താണ് നമ്മളെ ക്ലാസിന്റെ രീതി, അതുപോലെ നമ്മളെ ഫാക്കൽറ്റിനെ കുറിച്ചെല്ലാം എന്താ പറയുന്നത്? സാർമാരൊക്കെ ഉഷാറാണ്. എന്ത് സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ചോദിച്ചാൽ അവർ വീണ്ടും പറഞ്ഞു തരും. സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും പറഞ്ഞു തരും. ഹോസ്റ്റലാണോ നിൽക്കുന്നത്? അതെ. രാത്രി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ രണ്ട് സാർമാർ, ഷെയ്ബ് സാറായാലും ഷാസ് സാറായാലും വീണ്ടും പറഞ്ഞു തരും. രണ്ടോ കാര്യങ്ങളും നോക്കിയിട്ട് പറഞ്ഞു തരും. ശരിക്കും പറഞ്ഞാൽ ഈ ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്താണ് ഇത്രയധികം നമ്മളെ ഫാക്കൽറ്റികളെ കുറിച്ച് പറയാം. തീർച്ചയായും ഫോൺടെക്കിൽ വരുന്ന ഓരോ കുട്ടികൾക്കും നമ്മൾ ഫാക്കൽറ്റി കൊടുക്കുന്ന ട്രീറ്റ് ആണ് അവർ തിരിച്ചു കൊടുക്കുന്ന റെസ്പെക്ട്, ഈ സ്നേഹമല്ല. തീർച്ചയായും നിങ്ങൾ വരുന്ന ഓരോരുത്തർക്കും ഇത് തീർച്ചയായും ലഭിക്കും. അപ്പോൾ ഇവർ ഈ പറഞ്ഞത് മാത്രമല്ലാതെ നമ്മളെ ഫാക്കൽറ്റികൾക്ക് ഇവർ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഗിഫ്റ്റ് എന്താണ്, ആ ഗിഫ്റ്റ് എങ്ങനെ ഇവർ വാങ്ങിക്കാണ്ടായ സാഹചര്യം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതാരാ ഗിഫ്റ്റിന് വേണ്ടി പ്ലാൻ ചെയ്തേ? ആരാണ്? രാഹുൽ. അപ്പൊ രാഹുലിന്റെ അടുത്ത് തന്നെ ഞാൻ ചോദിക്കാം. പറ രാഹുലെ. ഓക്കെ. അപ്പൊ നമ്മളെ ഫാക്കൽറ്റികൾക്ക് ഗിഫ്റ്റ് മേടിക്കണം തോന്നാനുണ്ടായ സാഹചര്യം ഈ രമേശ് എന്ന് പറയുന്നത് റമീസ് ആണ്. ഇവർ രമേശ് എന്ന് പറയുന്നത് അവന് ഞാനും സ്ഥലത്തുമായി ഫസ്റ്റ് പ്ലാൻ ചെയ്തിട്ട് ഞാൻ ചോദിച്ചപ്പോ അവര് അതുപോലെ ഐഡിയ ഉണ്ടായിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും നമ്മൾ ഇവിടെ ഉള്ളവരും ചോദിച്ച് എല്ലാം വാങ്ങിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫാക്കൽറ്റികൾക്ക് ഇവിടുന്ന് ഇപ്പൊ ഒരു പർട്ടിക്കുലർ സാലറി പെർഫെക്റ്റ് ഡെയിലി അവർക്ക് എത്തുന്നുണ്ട്. പക്ഷെ അവർക്ക് ഒരു സ്റ്റുഡന്റിന്റെ കയ്യിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ചിലപ്പോൾ അതൊരു 100 രൂപയുടെ ഒരു സാധനമായിരിക്കും. അവർക്ക് അതൊരു ഒരു കിരീടമാണ്, തലയിൽ വെക്കുന്ന ഒരു കിരീടം പോലെ. കാരണം നമ്മളെ ചെയ്യുന്ന ജോലി കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് സാലറിക്ക് പുറമേ കിട്ടുന്ന ഏറ്റവും ചെറിയ ഗിഫ്റ്റ് ആണ്. കാരണം അത് നിങ്ങൾ കൊടുക്കാനുള്ള മനസ്സ് അതിനൊരു ബിഗ് സല്യൂട്ട്. അതുപോലെ തന്നെ അത് ഞങ്ങളെ ഫാക്കൽറ്റിക്ക് കിട്ടുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. കാരണം പറഞ്ഞാല് നമുക്ക് അതുകൊണ്ട് ആൻഡ്രോയിഡ് ക്ലാസ്സിൽ തന്നെ നമ്മൾ തന്നിട്ടുണ്ട്. ആൻഡ്രോയിഡ് ക്ലാസ് 2-3 ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ഇവിടെ മുന്നാടി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി 90% ഫോൺ റെഡി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആനാലും ഇവിടെ എന്താ പറഞ്ഞാലും മനസ്സിലായി. അത് ഒന്നും അറിയില്ല, ഒരു ചുക്ക് അറിയില്ല. ഓക്കെ. അപ്പൊ അവർക്ക് അത് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും ആ കൊടുക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് എടുക്കാം. എല്ലാവരും ഒന്ന് നിന്ന് ആ ഗിഫ്റ്റ് നോക്കുന്നു. എല്ലാവരും നിന്ന് ആദ്യം ഷുഹൈബിന് അല്ലെ, ഇതാർക്കാണ് വന്നെ ഇവിടെ എങ്ങനെ ഇപ്പുറം നിൽക്കണം. കുറച്ചുകൂടി ഇപ്പുറം അല്ലേ. ശരിക്കും ഒരു പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. കാരണം പറഞ്ഞാല് നമ്മളെ ഫാക്കൽറ്റികൾക്ക് കുട്ടികൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ഇത് ഞങ്ങൾക്ക് ഒരു കിരീടമാണ്. തീർച്ചയായും ഈ ഒരു സ്നേഹവും സന്തോഷവും എല്ലാം ഇനിയും അങ്ങോട്ട് ഇവർക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അത് ഞങ്ങൾ ഒരിക്കൽ കൂടി ഉറപ്പുവരുന്നു. കാരണം ഷാഹെ നിങ്ങൾ ഗ്രേറ്റ് വർക്ക്, ഗുഡ് ജോബ്. ഓക്കെ. അടുത്ത ഷുഹൈബ്.
ചെറുതോ വീട്ടിൽ ഇഷ്ടമാണ് ഓക്കെ എന്തായാലും സന്തോഷം നമ്മൾ സ്വീപിനും അല്ലെ ഇങ്ങനെ കൊടുക്കാനുള്ള ഇവർക്ക് മനസ്സുണ്ടായാൽ തന്നെ ഒരുപാട് സന്തോഷം. ഭയങ്കര ഹാപ്പിയാണ്. പല ബാച്ചിലും ഫീഡ്ബാക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു സന്തോഷം എല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി ഫാക്കൽറ്റിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ കാണിച്ച മനസ്സിനൊരു ബിഗ് സല്യൂട്ട്. ദിനേശ് കൺഗ്രാറ്റ്സ്, ഗ്രേറ്റ് ജോബ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. കരിയർ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകാം. ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ മൈൻഡിലൊപ്പം വെക്കാം. എത്തിക്സ് വിട്ടിട്ട് ഒരു കാര്യം ചെയ്യാതിരിക്കാം. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ബൈ, നമുക്ക് നാളെ